തിരക്കുള്ള ഒരു ശനിയാഴ്ച ദിവസത്തെ വീഡിയോ ആണ് ഇന്നത്തേത്. രാവിലെ എന്നെ സഹായിക്കാനായിട്ട് അടുക്കളയിൽ കയറിയതാണ് ഈ പുള്ളിക്കാരി. ശനിയാഴ്ച രാവിലെ പാട്ട് ക്ലാസ്സും വയലിൻ ക്ലാസ്സിനൊക്കെ പോകേണ്ടതുണ്ട്. അതുകൊണ്ട് തന്നെ വെപ്രാളത്തിലാണ് കാപ്പിയൊക്കെ ഉണ്ടാക്കിയത്. 10 മണിക്കാണ് ക്ലാസ് തുടങ്ങുന്നത്. അതിന് മുന്നേ തന്നെ അത്യാവശ്യമായിട്ടൊന്ന് ഹോസ്പിറ്റലിൽ പോകേണ്ടതുണ്ട്. ക്ലാസ്സിന് പോകുമ്പോൾ മോക്ക് ഇതുപോലെ എന്തെങ്കിലും കട്ട് ചെയ്ത് കൊടുത്തു വിടാറുണ്ട്. പിന്നെ ഞങ്ങൾ വേഗം തന്നെ റെഡിയായി ഇറങ്ങി. ഞാൻ ഒരുപാട് വർഷത്തിന് മുന്നേ തന്നെ വർക്ക് ചെയ്തിരുന്ന ഒരു ഹോസ്പിറ്റലിലേക്കാണ് പോകുന്നത്. വർഷം ഇത്രയും കഴിഞ്ഞിട്ടും അവരുമായിട്ടുള്ള ഒരു കോണ്ടാക്ട് ഇതുവരെ വിട്ടിട്ടില്ല. വേണമെങ്കിൽ അന്നത്തേനേക്കാളും ഇപ്പോഴാണ് കുറച്ചുകൂടെ ഫ്രണ്ട്ഷിപ്പിന്റെ ആഴം കൂടിയതെന്ന് വേണമെങ്കിലും പറയാം. ഏകദേശം ഒരു 8-8:30 ആയപ്പോഴാണ് ഞങ്ങൾ ഹോസ്പിറ്റലിൽ എത്തിയത്. ഡ്യൂട്ടി ചേഞ്ച് ചെയ്യുന്ന സമയമായതുകൊണ്ട് 2 ഷിഫ്റ്റിലുള്ളവരെയും കാണാൻ പറ്റില്ല. ഇതാണ് ശ്രീജി ചേച്ചി. ഈ പുള്ളിക്കാരി ഡ്യൂട്ടി കഴിഞ്ഞ് പോകുന്നത് കൊണ്ടാണ് ടാറ്റയൊക്കെ പറഞ്ഞിട്ട് പോകുന്നത്. ഇത് ശ്രീലക്ഷ്മി. അടുത്ത ഷിഫ്റ്റിനായിട്ട് അവൾ വന്നത്. ലക്ഷ്മി ചേച്ചി, മാലിനി ചേച്ചി, അഞ്ജു, ബീന, ജീനി എല്ലാവരെയും തന്നെ കാണാൻ പറ്റി. ഹോസ്പിറ്റലിൽ ആവശ്യം കഴിഞ്ഞിട്ട് ഞങ്ങൾ അവരുടെ അടുത്ത് ടാറ്റ പറഞ്ഞിട്ട് നേരെ വിട്ടത് പാട്ട് ക്ലാസ്സിലേക്കാണ്. മുന്നത്തെ വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട്, നെയ്യാറ്റിൻകര കൃഷ്ണകോവിലിന്റെ തൊട്ടടുത്തുള്ള SP സ്കൂൾ ഓഫ് മ്യൂസിക്കിലാണ് മോളുടെ പാട്ട് ക്ലാസ്. അവിടെ തന്നെയാണ് എൻ്റെ വീണ ക്ലാസ്സും. അവൾ അവളുടെ പാട്ട് ക്ലാസ്സിലേക്കും ഞാൻ എൻ്റെ വീണ ക്ലാസ്സിലേക്കും കയറി. എൻ്റെ വീണ ക്ലാസ് കഴിഞ്ഞത് ഞാൻ നേരെ കൃഷ്ണകോവിലേക്കാണ് പോയത്. മോളുടെ ക്ലാസ് കഴിയാനായിട്ട് ഇനിയും ഒരുപാട് സമയമുണ്ട്. അപ്പോൾ അതുവരെയും കൃഷ്ണകോവിലിനകത്ത് തന്നെയാണ് ഇരിക്കാറ്. നട അടയ്ക്കാറായിട്ടുണ്ടായിരുന്നു. എങ്കിലും ഞാൻ ഓടിപ്പോയി തൊഴുതിട്ട് വന്നു. പിറ്റേ ദിവസം ദീപാവലിയാണ്. അതുകൊണ്ട് ചെറുതായിട്ടൊന്ന് പടക്കം വാങ്ങിക്കാൻ ഇറങ്ങിയതാണ് ഞങ്ങൾ. കോവിലിൻ്റെ തൊട്ടടുത്തുള്ള ഒരു കടയിൽ തന്നെയാണ് ഞങ്ങൾ മേടിക്കാനായിട്ട് പോയത്. അവിടുത്തെ ചേട്ടൻ ഞങ്ങൾക്ക് കുറച്ച് പടക്കമൊക്കെ ഫ്രീ ആയിട്ട് തരുകയും ചെയ്തു. അങ്ങനെ പടക്കമൊക്കെ മേടിച്ചിട്ട് വീണ്ടും ഞങ്ങൾ കൃഷ്ണകോവിലിനകത്ത് തന്നെ വെയിറ്റ് ചെയ്തു. ക്ലാസ് കഴിഞ്ഞ് മോള് വന്നു. അടുത്തിനി അവൾക്ക് ഒരു ക്ലാസ് കൂടെ ഉണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ അവിടെ നിന്ന് നേരെ പോയത് ഭക്ഷണം കഴിക്കാനാണ്. നെയ്യാറ്റിൻകര തന്നെയുള്ള വിസ്മയ ഹോട്ടലിലേക്കാണ് ഞങ്ങൾ ഫുഡ് കഴിക്കാൻ കയറിയത്. അന്ന് ഭയങ്കര വെയിലൂടായിരുന്നു. ഞങ്ങളൊരു ഊണും അതുപോലെ ഒരു ബിരിയാണിയാണ് മേടിച്ചത്. ഫുഡൊക്കെ കഴിച്ചിട്ട് നേരെ ഞാനൊന്ന് ത്രെഡ് ചെയ്യാനായിട്ട് പോയി. അവിടെ കാണുന്നതാണ് ഈ ചെടികളെല്ലാം ഭയങ്കര ഭംഗിയിൽ അവർ അറേഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നു. അവിടുന്ന് നേരെ വീട്ടിലേക്കാണ് പോയത്. പോകുന്ന വഴിയിൽ ചേച്ചിയുടെ മോനെ കൂടെ വിളിച്ചിട്ടുണ്ടായിരുന്നു. ഇവരെ ഒരുമിച്ച് ട്യൂഷൻ ക്ലാസ്സിൽ വിടാൻ വേണ്ടിയിട്ടാണ് അവർ 2 പേരെയും ഒരുമിച്ച് കൊണ്ടുപോയത്. പിള്ളേരെ 2 പേരെയും ട്യൂഷന് വിട്ടിട്ട് ഞാൻ നേരെ വീട്ടിലേക്ക് പോയി. അവിടെ പോയി അമ്മയും ചേച്ചിയായിട്ട് ഒരുപാട് നേരം സംസാരിച്ചിരുന്നു. നൈറ്റ് ചെറിയൊരു ദീപാവലി ഫോട്ടോഷൂട്ട് ഉണ്ട്. അതിന് വേണ്ടിയിട്ട് ഏത് ഡ്രസ്സ് ഇടാന്നുള്ള സെലക്ഷനായിരുന്നു ഞാൻ. ഇതെല്ലാം എൻ്റെ പഴയ ഡ്രസ്സുകളാണ് കേട്ടോ. ഇതൊക്കെ ഞാനൊന്ന് എടുത്ത് നോക്കി. പിന്നെ നൈറ്റ് ആയപ്പോൾ എല്ലാവരും എത്തി. പിന്നെ പിള്ളേർക്ക് എങ്ങനെയെങ്കിലും പടക്കം പൊട്ടിച്ചാൽ മതി എന്നായി. അതിനിടയ്ക്ക് ദീപാവലിക്ക് കിട്ടിയ കുറച്ച് സ്വീറ്റ്സ് പിള്ളേർ 2 പേരും കൂടെ നന്നായിട്ടൊന്ന് അൺബോക്സ് ചെയ്തു. അതിൻ്റെ വീഡിയോ ഞാൻ ഷോർട്സ് ആയിട്ട് ഇട്ടിട്ടുണ്ട്. ശേഷം 2 പേരും ഓൺലൈൻ ക്ലാസ്സിനായിട്ട് ഇരുന്നതിൻ്റെ ഇടയ്ക്കിൽ അവിടെ ഒരു അടിയുണ്ടായി. ചെറിയ രീതിയിലുള്ള ഒരു ഫോട്ടോഷൂട്ടും അതുപോലെ തന്നെ വാങ്ങിച്ച പടക്കങ്ങളെല്ലാം ഞങ്ങൾ അപ്പോൾ തന്നെ കത്തിച്ചായിരുന്നു. പിന്നെ അവിടെ നിന്ന് തന്നെ ഫുഡൊക്കെ കഴിച്ചിട്ട് നേരെ വീട്ടിലേക്ക് പോയി. ഇതൊക്കെയാണ് ശനിയാഴ്ച ദിവസത്തെ ഡേ ഇൻ മൈ ലൈഫ്.